ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നൊരു പുതിയ കഥയാണ് കേട്ടോ. വിധി ചേർത്ത രണ്ട് ഹൃദയങ്ങൾ. അതായത് ഇഷ്ടമില്ലാതെ തുടങ്ങിയ വിവാഹം, ഒടുവിൽ ജീവനേക്കാൾ സ്നേഹിച്ചവർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പുലർച്ചെ 5 മണി. മഴ പെയ്ത് നനഞ്ഞ മുറ്റത്ത് മുല്ലപ്പൂവിൻ്റെ മണം നിറഞ്ഞു നിന്നു. അർജുൻ തൻ്റെ മുറിയിലെ ജനലരികിൽ നിൽക്കുകയായിരുന്നു. പുറത്തേക്ക് നോക്കിയിരുന്നെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. താഴെ ഹാളിൽ ബന്ധുക്കളുടെ തിരക്ക്. ചെക്കനെ വിളിക്കൂ, മുഹൂർത്തത്തിന് സമയമാകുന്നു. അമ്മയായ സുജാതയുടെ ശബ്ദം കേട്ടു. അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് അവൻ്റെ സുഹൃത്ത് കിരൺ മുറിയിലേക്ക് വന്നത്. എന്താടാ, കല്യാണച്ചക്കൻ്റെ മുഖത്ത് ഒരു സന്തോഷവുമില്ലാലോ. അർജുൻ ചെറുതായി ചിരിച്ചു. ഈ വിവാഹം എൻ്റെ തീരുമാനമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ്. പെൺകുട്ടിയെ കണ്ടിട്ടില്ലേ? ഒരിക്കൽ കണ്ടു, അത്ര തന്നെ. അതേസമയം ദേവികയുടെ വീട്ടിലും തിരക്കായിരുന്നു. വധുവിൻ്റെ മുറിയിൽ കണ്ണാടിയുടെ മുന്നിൽ ദേവിക നിശബ്ദമായിരുന്നു. അമ്മ ലക്ഷ്മി അവളുടെ മുടിയിൽ മുല്ലപ്പൂ ചാർത്തിക്കൊണ്ട് ചോദിച്ചു, മോളെ പേടിയുണ്ടോ? ദേവിക മെല്ലെ ചിരിച്ചു. പേടിയല്ല അമ്മേ, പുതിയൊരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അറിയാത്തൊരു തോന്നൽ. അമ്മ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. നല്ല മനസ്സുള്ള ആളാണ് അർജുൻ എന്ന് എല്ലാവരും പറയുന്നു. സന്തോഷമായി ജീവിക്കൂ. ദേവിക ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അർജുനനെക്കുറിച്ച് അറിയുന്നത് പേര് മാത്രം. മുഹൂർത്ത സമയമെത്തി. ക്ഷേത്രത്തിൽ നാദസ്വരം മുഴങ്ങി. അർജുൻ താലിയെടുത്ത് ദേവികയുടെ കഴുത്തിൽ ചാർത്തി. അക്ഷത വർഷിച്ചു. കയ്യടികൾ ഉയർന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. പക്ഷേ അർജുനനും ദേവികയും പരസ്പരം നോക്കിയപ്പോൾ ഇരുവരുടെ മനസ്സിൽ ഒരേ ചോദ്യം: നമ്മൾ ശരിക്കും നല്ല ജീവിത പങ്കാളികളാകുമോ? വൈകുന്നേരം കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദേവിക ആദ്യമായി അർജുൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി. വിളക്ക് തെളിയിച്ചു. എല്ലാവരും അനുഗ്രഹിച്ചു. രാത്രി. ആദ്യ രാത്രിക്കായി അലങ്കരിച്ച മുറി. ദേവിക വാതിക്കൽ നിൽക്കുകയായിരുന്നു. അർജുൻ അകത്ത് കയറി. കുറച്ച് നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, ദേവിക, എനിക്കൊരു കാര്യം പറയണം. അവൾ പതുക്കെ തല ഉയർത്തി. ഈ വിവാഹം നമ്മൾ രണ്ടുപേരും വീട്ടുകാരുടെ സന്തോഷത്തിനു വേണ്ടിയാണ് സമ്മതിച്ചത്. ദേവിക നിശബ്ദമായി കേട്ടു. അതുകൊണ്ട് എനിക്ക് സമയം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കും. ഒരു കാര്യത്തിനും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആദ്യമായി മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. നന്ദി. ആ രാത്രി ഒരേ മുറിയിൽ രണ്ട് അപരിചിതരെ ഉറങ്ങി. പക്ഷേ വിധി അവർക്കായി എഴുതിയിരുന്നത് ഒരു സാധാരണ ദാമ്പത്യ ജീവിതമല്ല. പ്രഭാതത്തിൻ്റെ ആദ്യ സൂര്യകിരണങ്ങൾ ജനൽ വഴി മുറിയിലേക്ക് പതിച്ചു. ദേവിക മെല്ലെ കണ്ണു തുറന്നു. ഒരു നിമിഷം അവൾക്ക് താൻ എവിടെയാണെന്ന് പോലും മനസ്സിലായില്ല. പിന്നെയാണ് ഓർമ്മ വന്നത്. ഇനി ഇതാണെൻ്റെ തൻ്റെ വീട്. അവൾ വേഗം എഴുന്നേറ്റു. തയ്യാറായി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ സുജാത ഇതിനോടകം ചായ ഉണ്ടാക്കുകയായിരുന്നു. അയ്യോ മോളെ, ഇന്ന് ആദ്യ ദിവസമല്ലേ, കുറച്ചുകൂടി ഉറങ്ങാമായിരുന്നു. ദേവിക ചിരിച്ചു. അമ്മേ, ഞാൻ സഹായിക്കട്ടെ? ആ ഒരു അമ്മേ എന്ന വിളി കേട്ട് സുജാതയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. വാ മോളെ. രണ്ടുപേരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. അതേസമയം അർജുൻ മുറിയിൽ നിന്ന് പുറത്തു വന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ ദേവിക ആദ്യമായി അവന് ചായ കൊണ്ടുവന്നു. ഇതാ. അർജുൻ കപ്പ് വാങ്ങി ഒരു സിപ്പ് കുടിച്ചു. ചായ കുറച്ച് മധുരം കൂടിയിരുന്നു. ദേവിക അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. ഇഷ്ടമായില്ലേ? അർജുൻ ചെറുതായി ചിരിച്ചു. കുറച്ച് മധുരം കൂടുതലാണ്, പക്ഷേ കുഴപ്പമില്ല, ദേവിക ലജ്ജയോടെ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത തവണ ഇനിയും നന്നാകും. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഓഫീസിലേക്ക് പോകാൻ തയ്യാറായ അർജുൻ തൻ്റെ കാറിൻ്റെ താക്കോൽ അന്വേഷിക്കുകയായിരുന്നു. എവിടെ വെച്ചതാണോ? ദേവിക മേശപ്പുറത്ത് കിടന്ന താക്കോലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് അന്വേഷിക്കുകയായിരുന്നു. അതെ, നന്ദി. ഭാര്യയോട് നന്ദി പറയണ്ട. ആ വാക്ക് കേട്ട് അർജുൻ ഒരു നിമിഷം അവളെ നോക്കി. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി.
അവനും അറിയാതെ ചിരിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അർജുൻ വീട്ടിലെത്തിയപ്പോൾ കനത്ത മഴ പെയ്യുകയായിരുന്നു. കരണ്ട് പോയിരുന്നു. വീട്ടിൽ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രം. ദേവിക ജനലരികിൽ നിന്ന് മഴ നോക്കിക്കൊണ്ടിരുന്നു. കാപ്പി കുടിക്കുമോ? അവൾ ചോദിച്ചു. കുടിക്കും. കുറച്ചു കഴിഞ്ഞ് ചൂടുള്ള കാപ്പിയുമായി അവൾ വന്നു. കപ്പ് വാങ്ങുമ്പോൾ ദേവികയുടെ കൈ അറിയാതെ വഴുതി. കാപ്പി വീഴാൻ പോകുന്ന നിമിഷം അർജുൻ അവളുടെ കൈ പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിലുടക്കി. ആദ്യമായി വാക്കുകളില്ലാതെ അവളുടെ മനസ്സിൽ എന്തോ മാറി. ദേവിക വേഗം കൈ പിൻവലിച്ചു. സോറി, അർജുൻ മെല്ലെ പറഞ്ഞു. സോറി പറയേണ്ട, ശ്രദ്ധിച്ചാൽ മതി. ആ രാത്രി മഴത്തുള്ളികൾ മേൽക്കുരയിൽ പതിക്കുന്ന ശബ്ദത്തിനിടയിൽ രണ്ടുപേരും ഒരേ മുറിയിലായിരുന്നുവെങ്കിലും ഒരേ കാര്യം ചിന്തിക്കുകയായിരുന്നു. ഈ വിവാഹം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായി മാറുമോ? പക്ഷേ അടുത്ത ദിവസം രാവിലെ ദേവികയ്ക്ക് വന്ന ഒരു ഫോൺ കോൾ അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ വഴിത്തിരിവ് കൊണ്ടുവരാൻ പോകുകയായിരുന്നു. അടുത്ത ഭാഗം നമുക്ക് തുടരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.